പ്രിയമുള്ളവരെ, ഞാൻ രാജു, പുനർജനി ആഗ്രോ ഗാർഡൻ, മാധവത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു വെറൈറ്റി ഇനമായിട്ടുള്ള ഒരു ബോർഡർ പ്ലാന്റിനെ കുറിച്ചാണ്. ക്രൊക്കോസ്മിയ ലൂസിഫറ എന്നൊക്കെ പറയും. ക്രൊക്കോസ്മിയ പ്ലാന്റാണിത്. ഇത് അങ്ങനെ അധികം പ്രചാരത്തിൽ എത്തിയിട്ടില്ലാത്തൊരു ചെടിയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നശിച്ചു പോകാതെ വളരുന്ന ഒരു ചെടിയാണ് ക്രൊക്കോസ്മിയ. ഇത് ശരിക്കും സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. അവിടെയുള്ള ഗ്രാസ് ലാൻഡിലൊക്കെ കാണുന്നൊരു ചെടിയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗാർഡനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബോർഡർ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റാണ്. ഇത് പല കളറിലുണ്ട് കേട്ടോ. ഈ ഒരു കളർ മാത്രം ഡാർക്ക് റെഡ് കളർ വരുന്നുണ്ട്, പിങ്ക് കളർ വരുന്നുണ്ട്, അങ്ങനെ പല കളറും വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം കണ്ടില്ലേ, ഇതൊരു ഗ്രാസ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു ചെടി വരുന്നത്. ഗ്രാസിൻ്റെ ആ ഒരു മോഡൽ ഉള്ളൊരു ചെടിയാണ്. ഇത് ശരിക്കും നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബോർഡർ പ്ലാന്റാണ് ക്രൊക്കോസ്മിയ എന്ന് പറയുന്നത്. നല്ല ഇത് ഇടതൂർന്ന് പൂവുണ്ടാവും, നിറച്ചും പൂവുണ്ടാവും കേട്ടോ. ഇതിപ്പം മുട്ട് വരുന്നതാണ്. നിറയെ പൂവുണ്ടാവും. ഒരു കൂട്ടമായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ക്രൊക്കോസ്മിയ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഗാർഡൻ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നമുക്ക് ഇതിന് ബോർഡർ പ്ലാന്റായിട്ട് വെക്കാൻ ഇത് ശ്രമിച്ച് നോക്കുക. ഇതൊരു റയർ പ്ലാന്റാണ് കേട്ടോ. ഇത് അങ്ങനെ ഇപ്പം കേരളത്തിൽ അങ്ങനെ സുലഭമായിട്ടൊന്നും കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. ഇപ്പോൾ അടുത്ത കാലത്ത് വരാൻ തുടങ്ങിയത്രേ ക്രൊക്കോസ്മിയ. നമ്മുടെ നാട്ടിൽ സുലഭമായി വളരുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇവിടെയൊക്കെ ഗ്രാസ് ഇഷ്ടം പോലെ വളരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതിനങ്ങനെ അതിജീവിക്കാൻ പ്രയാസമൊന്നുമില്ല, നന്നായിട്ട് വളരും. അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ബോർഡർ പ്ലാന്റായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ക്രൊക്കോസ്മിയ ലൂസിഫറ എന്നൊക്കെ പറയും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് നമുക്ക് ഈ ഗാർഡനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. നമ്മളിപ്പം ലാൻഡ്സ്കേപ്പൊക്കെ ആക്കിയിട്ട് നമ്മളിപ്പം മെക്സിക്കൻ ഗ്രാസോ അതുപോലുള്ള പേൾ ഗ്രാസോ ഒക്കെ വെക്കുന്ന ആളുകൾക്കറിയാം. അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതുപോലുള്ള ചെടികൾ, ഈ ഓർണമെൻ്റൽ ചെടികളൊക്കെ വെക്കാറുണ്ട്. ചെറിയ ബോർഡർ പ്ലാന്റ്സ്, അതിപ്പം സ്പൈഡർ ലില്ലിയോ അതുപോലെ പെൻഡാനസോ അതുപോലെ അതുപോലെ നന്ദിവട്ടം ഒക്കെ വെക്കാറുണ്ട്. അതേപോലെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ചെടി ആണ് ഈ ക്രൊക്കോസ്മിയ എന്ന് പറയുന്നത്. ഇതിന് വളപ്രയോഗങ്ങളൊക്കെ നോർമൽ നമ്മുടെ നാട്ടിലുള്ള എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ ജൈവവളം ചാണകപ്പൊടിയോ അതുപോലെ കമ്പോസ്റ്റോ ആട്ടുംകാട്ടോ എന്തോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ സാധാരണ വളങ്ങളൊക്കെ ചേർക്കാൻ പറ്റിയൊരു ചെടിയാണ്. ഇതിന് ഭയങ്കര പരിചരണമൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗാർഡൻ ചെയ്യുന്നവർക്കൊക്കെ വീട്ടു മുമ്പിലൊക്കെ നമ്മൾ ഇതുപോലെ ഗ്രാസൊക്കെ വെക്കാൻ പറ്റുന്ന ലാൻഡ്സ്കേപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരു ബോർഡർ പ്ലാന്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഈ ഗ്രാസൊക്കെ വെക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ഇത് അടിയെ നല്ല പച്ചപ്പായിട്ട് കാണുകയും ചെയ്യും. മുകളിൽ നല്ല ചുവന്ന കളർ അതുപോലെ പിങ്ക് കളർ പൂവൊക്കെ വരികയും ചെയ്യും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുക. നന്ദി. പിന്നെ അത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇതിപ്പം ഇത് ഈ സാധാരണ സീസണൽ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. ഇത് പൂ വന്നു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇതിൽ ഉദിക്കുന്നില്ല. കാരണം ഇത് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വരുമ്പോഴേക്കും നിറയെ ഇതാണ്ടോ. ഇതിപ്പം ഈ ഒരു തൈ ഇതിൽ ഫ്ലവർ വരുമ്പോഴേക്കും തന്നെ നിറച്ചും അടുത്ത തൈകളൊക്കെ വന്നു, അതിലൊക്കെ ഫ്ലവർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നശിച്ചു പോകുന്നൊരു സംഭവമില്ല. ഇതിങ്ങനെ ഇടതൂർന്ന് വളരുന്ന ഒരു ചെടി കൂടിയാണ് ഈ ക്രൊക്കോസ്മിയ എന്ന് പറയുന്നത്. ഓക്കെ.